വീട്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇതിപ്പോ നീ തന്നെ വിളിച്ചു. ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും വന്ന് കണ്ടിരിക്കും. അത് നാളത്തേക്ക് പറ്റുമോ? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ ഉണ്ടോ? നാളെ ഒന്ന് കാണാൻ പറ്റുമോന്നേ? ശരിയെന്നാ, ഞാൻ നാളെ രാവിലെ വിളിച്ചു പറയാം. നീ എപ്പോഴും ഇങ്ങനെ എൻ്റെ നമ്പറിലേക്ക് വിളിക്കരുത്. ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം, കേട്ടല്ലോ? ആയിക്കോട്ടെ. എന്താ അച്ഛാ? അച്ഛനെന്തു പറ്റി? എന്താ അച്ഛന്റെ മുഖത്തൊരു പരിഭ്രമം? ഏയ്, അങ്ങനൊന്നുമില്ലല്ലോ മോളെ. എനിക്കൊരു കുഴപ്പമില്ല. അച്ഛൻ ഇത്രയും വെപ്രാളപ്പെട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആരോടും പറയാൻ സാധിക്കാത്ത എന്തോ ഒന്ന് അച്ഛന്റെ മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ അച്ഛാ? എന്തോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ. ഏയ്, അങ്ങനൊന്നുമില്ല മേഘനെ. നീ ചോദിച്ച പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം അത് നിന്നോടായിരിക്കും പറയാം. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. മോളെ മേഘനെ, നീ ഈ നാട്ടിലേക്ക് വന്നപ്പോ തൊട്ട് മംഗലാപുരത്ത് വെച്ച് നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും ഇവിടേക്ക് എത്തിച്ചേർന്ന പോലെ തോന്നുക. മരുമകളില്ലാതെ ഒരു കുടുംബം പൂർണ്ണമാവില്ല. ദൈവം നിന്നെ കൊണ്ടുവന്നേ. പൂജയും നിന്റെ കൈകൊണ്ട് തന്നെ നടന്നു. എനിക്ക് തൃപ്തിയായി മോളെ. അപ്പൂപ്പൻ മംഗലാപുരത്തേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. അപ്പൂപ്പൻ അങ്ങനെ തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇന്നിവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. മേഘനെ, നിനക്കൊരു കാര്യം അറിയോ? എന്താ അച്ഛാ അത്? എന്റെ അമ്മായി അച്ഛനെ കൊണ്ട് നിന്നെ ഇവിടേക്ക് വരുത്തിക്കാൻ കാരണക്കാരൻ ഞാനാ മോളെ. അച്ഛൻ എന്നെ എങ്ങനെ വരുത്തിച്ചു എന്നാ? ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങും മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തിരുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്, സാറും വരണമെന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴാ പോകുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാ അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നത്. ഒറ്റയ്ക്കാ വീട്ടിലിരുന്ന നിന്നെയും അദ്ദേഹം എങ്ങനെയെങ്കിലും കൂടെ കൂട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. എന്തിനാ അച്ഛാ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തത്? മേഘനെ, നീ എന്റെ മരുമകളാണ് മോളെ. നന്ദൻ കുടുംബത്തിലെ മരുമകൾക്ക് കിട്ടേണ്ട അവകാശം നിനക്ക് കിട്ടിയിരിക്കണം. നിന്റെ കൈകളിലൂടെ നടക്കേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ നീ വരേണ്ടത് എന്റെയും കൂടി ആവശ്യമായിരുന്നു. കൺഫ്യൂസ് ഉണ്ടാക്കുന്നത് നീയാ, തലവേദന ഉണ്ടാക്കുന്നത് നീയാ. സ്വന്തം വഴി നോക്കി പോകാനായിട്ട് ഒരാൾക്ക് മറ്റൊരാൾ തടസ്സം നിൽക്കാനാവില്ല. എന്നിട്ട് ഇപ്പോഴെന്തിനാ ഏത് വഴി തെരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂസ് ആവുന്നത്? എന്താ, നിന്നെ അവിടെ തനിച്ചാക്കിയിട്ട് ഞങ്ങളെല്ലാം പോകുന്നതിന് നീ കുത്തി നോവിക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ കുത്തി നോവിച്ചാലും നേരിട്ട് പറഞ്ഞാലും മിഥുനേട്ടന് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും അത് എന്നോട് ചോദിക്കുന്നത്? നോക്കുമേഘനെ, പൊള്ളൂന്നറിഞ്ഞ തീയുടെ അടുത്തു നിന്നും കൊള്ളൂന്നറിഞ്ഞ കൊള്ളിയാൻ വരുന്ന സമയത്തും അവിടെ നിന്ന് മാറി നിൽക്കണം. ഇതും അതുപോലെ തന്നെയാ. വെറുതെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നമ്മൾ കുറച്ച് അകറ്റി നിർത്തുന്നത് തന്നെയല്ലേ നല്ലത്. ഏത് കാര്യത്തെക്കുറിച്ച് ഏട്ടൻ പറഞ്ഞു വരുന്നത്? സഞ്ജനയുടെ കല്യാണ കാര്യത്തിൽ നീ അവിടെ ഉണ്ടാക്കിയ ബഹളം ഇപ്പോഴും എന്റെ കാതി മുഴങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോ നിന്നെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്ന് അതുപോലൊരു പ്രശ്നം ഇവിടെ എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ സഞ്ജനയുടെ കല്യാണം നീ കാരണം മുടങ്ങണ്ടാന്ന് വിചാരിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ? പ്രിയംവദ ചെറിയമ്മയുടെ വിഷമം മനസ്സിലാക്കി നിന്നെ മനഃപൂർവ്വം ഇങ്ങോട്ട് കൂട്ടാതിരുന്നതാ. അപ്പോ അനാവശ്യമായിട്ട് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണോ മിഥുനേട്ടനും കരുതുന്നേ? എന്നെ ഇത്ര നന്നായി മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നിന്നെ മനസ്സിലാക്കിയെന്നാ കരുതിയിരുന്നേ. പക്ഷെ അത് തെറ്റാണെന്ന് നീ തെളിയിച്ചോണ്ടിരിക്കുക. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
വന്നിട്ട് ഇതുവരെ ചാരുവിനെ എന്റെ കൈ കിട്ടിയിട്ടേ ഇല്ല. കണ്ട അപ്പം മുഖം വീർപ്പിച്ച് കണ്ണും തൂർപ്പിച്ച് പൊക്കോളും. ഇപ്പോഴെങ്കിലും അവളെ ഒന്ന് പിടികൂടണം. ചാരുവിനെ ഞാൻ ഉണർത്താൻ ശ്രമിച്ചാലേ അതെങ്ങാനും അച്ചമ്മ കണ്ട പിന്നെ അത് മതി. എന്താണിപ്പൊ ചെയ്യ? പേപ്പർ നീ പൊയ്ക്കോ, ഞാൻ പുറകെ വന്നോളാം. ഓഹോ, പകല് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലേ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഈ ചാരു എന്താ ഇതുവരെ വരാത്ത? വരാന്ന് പറഞ്ഞിട്ട് എന്നെ ഇനി കളിപ്പിച്ചതായിരിക്കും. നീയോ? നീ എന്താ ഇവിടെ? സംസാരിക്കണമെന്ന് പറഞ്ഞ എന്നെ വിളിച്ചെന്തിനാ? എന്ത് ഞാനോ? അതെപ്പോ? കടലാസിൽ എഴുതി എന്റെ നേരെ എറിഞ്ഞതാരാ? ഞാൻ ഉന്നം വെച്ചത് ചാരുവിനെയല്ലേ? ഇതെങ്ങനെയാ ഇവളുടെ കയ്യിലെത്തിയത്? എന്താ വിവേക് സംസാരിക്കാനുള്ള? അത് പിന്നെ വെതർ നന്നായിട്ടുണ്ടല്ലേ? ശരിയാ, ഒത്തിരി നന്നായിട്ടുണ്ട്. പ്രണയിതാക്കൾക്ക് പറ്റിയ അന്തരീക്ഷം. നമുക്കിപ്പോ ഇതാ വേണ്ട. പൂജ, ഇന്നത്തെ പൂജ വളരെ നന്നായി നടന്നല്ലേ? നീയുള്ളപ്പോ ഞാൻ മറ്റെന്ത് ശ്രദ്ധിക്കാനാ? സോ പൂജയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ ഈശ്വര, സൂര്യന് ചുറ്റും ഭൂമി വട്ടം ചുറ്റുന്നത് പോലെ ഇവളും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. ഒരാളെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളെ പിടിക്കാൻ വേണ്ടി എനിക്ക് തന്ന പോലെ അവക്കും ലെറ്റർ കൊടുത്തു അല്ലേ?
എന്റെ ടൈം ഇത്രയ്ക്ക് മോശമായിരുന്നു. സിംഹത്തിന്റെ വായിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ ദേ പുറകെ പുലിയെത്തി. എങ്ങനെയെങ്കിലും ചാരൂരൊന്ന് തണുപ്പിക്കാന്ന് കരുതിയതാ. ഇനിയിപ്പൊ അവൾ എന്നെ തല്ലിക്കൊല്ലാതിരുന്നാ മതി. ചിലപ്പോ ഇനി അവൾ എന്റെ മുഖത്ത് പോലും നോക്കില്ല. എനിക്കിതൊക്കെ വല്ലാതെ ത്രില്ലിംഗ് ആയിട്ടുണ്ട്. എന്തിന്? കല്യാണത്തിന് മുമ്പുള്ള ഇത്തരം പാത്തും പതുങ്ങിയുള്ള കണ്ടുമുട്ടലുകൾ കല്യാണം കഴിച്ച ശേഷം ഇവർക്ക് നല്ല രസമായിരിക്കും. അവൻ വിളിച്ചുടനെ വന്നതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വിശ്വസിക്കരുതെന്ന് മനസ്സിനെ പലവട്ടം പറഞ്ഞ് പഠിപ്പിച്ചതാ. എന്നിട്ടും എത്ര പാടുപെട്ട ചാരുവിനെ ഇവിടം വരെ വരുത്തിയേ. അതും ദേ കൊളായി. എന്താ വിവേക് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നേ? നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ നീ ഒന്നും തുറക്കണ്ട. അതല്ല, ഇപ്പൊ മനസ്സ് തുറന്നൊന്നും പറയണ്ടെന്ന് പറഞ്ഞതാ. അതൊക്കെ പിന്നീട് വിസ്തരിച്ചാവാം. ബൈ. ഇതെന്താ വിവേക്, എന്നെ വിളിച്ചു വരുത്തിട്ട് നീ അങ്ങ് പോവാ? അല്ല, കുറച്ചു മുമ്പ് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി. ഇപ്പൊ എന്തോ ഒരു മൂഡ് ഔട്ട്. ഒന്നും അങ്ങ് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ല. അതൊക്കെ തെളിയുമ്പോ നമുക്ക് സംസാരിക്കാം. നിദ്രാദേവി വിളിക്കുന്നു, ഞാൻ പോട്ടെ. അമ്പലത്തിലേക്ക് പോകാൻ എല്ലാവരും തയ്യാറാണല്ലോ. ഞങ്ങളൊക്കെ എപ്പോഴേ റെഡിയാ അപ്പൂപ്പ. പക്ഷെ മോം ഇതുവരെ വന്നില്ല. മോമിന് വേണ്ടിയാ കാത്തു നിൽക്കുന്ന. ദേ നോക്ക്, അരുണിമിച്ച് വരുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഒരു മിനിറ്റ്. മേഘന എവിടെ? ശരിയാണല്ലോ, അവളെ എവിടെങ്ങും കാണുന്നില്ലല്ലോ. കാലത്ത് എഴുന്നേറ്റപ്പോ തൊട്ട് ഞാനും അവളെ കണ്ടിട്ടില്ല. അത്ര നേരത്തെ എഴുന്നേറ്റ് അവൾ എവിടെ പോയതാ? അയ്യോ ആന്റി, ദേ ചേച്ചി വരുന്നു. മോളെ മേഘനെ, നീ എവിടേക്കോ പോയിട്ട് വരാൻ തോന്നുന്നു. കാലത്ത് തൊട്ടേ വീട്ടിലില്ലായിരുന്നോ? ഇന്ന് നടക്കാൻ പോകുന്ന പൂജയ്ക്ക് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ 11 വ്യത്യസ്ത തരത്തിലുള്ള പൂകൾ ശേഖരിച്ച് കൊണ്ടു ചെന്ന് കൊടുക്കണമെന്ന തിരുമേനി പറഞ്ഞത്. അത് ഇവിടെ എങ്ങും നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാ നേരം വെളുക്കുന്നതിന് മുന്നേ പോയി അതെല്ലാം തപ്പി പിടിച്ചെടുത്തോണ്ട് വന്നത്. മറ്റാരെങ്കിലും പറഞ്ഞയച്ചാ പോരായിരുന്നു മോളെ? മറ്റാരെങ്കിലും ഇതൊക്കെ ചെയ്താ പൂജയുടെ ബലം പൂർണ്ണമായും നമുക്ക് കിട്ടില്ലല്ലോ. ഇതെല്ലാം എന്റെ കൈകൊണ്ട് തന്നെ ചെയ്താലേ നന്ദൻ കുടുംബത്തിന് പൂജയുടെ ബലം മുഴുവനായിട്ടും കിട്ടും. അത് തിരുമേനി പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ. നിന്നെ കാണുമ്പോ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു മോളെ. ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ നിന്നെ പോലെ ഇത്രയും ഭക്തിയോടെ ചെയ്യുന്നതാണ് നല്ലത്. ഈ ശീലം എനിക്ക് എന്റെ ബിസിനസ്സിലും അപ്ലൈ ചെയ്യണം. ആത്മസമർപ്പണത്തോടെ ചെയ്താൽ ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റിൽ എത്തിച്ചാൽ ചൂടോടെ വിറ്റുപോകും. അതുപോലെ തന്നെ ഏതൊരു കാര്യവും ഭക്തിയോടുകൂടി ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും അത്രയും വലുതായിരിക്കും. നമ്മൾ നടത്തുന്ന പൂജയുടെ ഫലം പൂർണ്ണമായും നന്ദൻ കുടുംബത്തിന് കിട്ടാൻ വേണ്ടി നീ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. മേഘന എല്ലാ കാര്യത്തിലും ഇതുപോലൊക്കെയാ. കുടുംബത്തിന് വേണ്ടിയും അവളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും എന്ത് ചെയ്യാനും അവൾ മടി കാണിക്കാറില്ല. അവളാലാകുന്നതെല്ലാം അവൾ അവർക്ക് വേണ്ടി ചെയ്യും.
എന്താരുണിമേ, നീ എന്താ നിന്റെ മരുമകളെ പറ്റി ഒന്നും പറയാത്ത? മേഘനെ കുറിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. പിന്നെ പ്രത്യേകമായിട്ട് ഞാനെന്ത് പറയാനാ? മോളെ മേഘനെ, നീ ചെന്ന് റെഡിയായിട്ട് വാ, പൂജയ്ക്ക് സമയാവുന്നു. ആ ഇതാ വരുന്ന പൂപ്പ. എന്താ മഞ്ജരി, എന്തോ പറയണെന്ന് പറഞ്ഞിട്ട്? തിരുമേനി അത്രയും സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞെങ്കിൽ ആ 11 തരത്തിലുള്ള പൂക്കൾ പൂജയ്ക്ക് വളരെ അത്യാവശ്യമായിരിക്കും അല്ലേ ആന്റി? ആണെങ്കി അതിൽ നിന്ന് അപൂർവമായ ഒരു പൂവ് നമ്മൾ അങ്ങ് എടുത്തു മാറ്റുകയാണെങ്കിലോ? മേഘനയ്ക്ക് ശ്രദ്ധ പോരെന്നും ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ എന്നും എന്നും പറഞ്ഞ് എല്ലാവരും അവളെ തട്ടി താഴെയിട്ടോളൂ. ബാക്കിയുള്ള 10 തരം പൂക്കൾ കൊണ്ട് പൂജ നടത്താൻ പറ്റില്ലെന്ന് തിരുമേനിയും അപ്പൊ പറയും. 11 തരം പൂക്കളുടെ പൂജയില്ലാതെ പൂജ പൂർണ്ണമാകാതെ പകുതി വഴിയിൽ നിൽക്കും. ഇതെല്ലാം മേഘനയുടെ അനാസ്ഥ കാരണമാണെന്നും പറഞ്ഞ് മേഘനയെ എല്ലാവരും ടാർഗറ്റ് ചെയ്തോളൂ. വേണ്ടെന്ന് പറഞ്ഞ് ഇവിടേക്ക് ചാടിപ്പുറപ്പെട്ട മേഘനയ്ക്ക് ഈ വിധത്തിൽ ഒരു അത്യപൂർവമായ ബഹുമതി നൽകാം. എന്തു പറയുന്നു ആന്റി? എക്സാക്ട്ലി മഞ്ജരി. പൂക്കളുടെ ശരം കൊണ്ടാണ് നീ കുറിവെക്കുന്നതെങ്കിലും അടിവേര് വരെ ഇളക്കും വിധം അത് ചെന്ന് തറച്ചോളൂ. നീ അതെന്താന്ന് വെച്ചാ ചെയ്യും. ഓക്കെ ആന്റി. ഹലോ, ഞാൻ അവിടെ വടക്കേപ്പാടത്തിനപ്പുറത്തുള്ള തോട്ടത്തിനടുത്ത് നിൽപ്പുണ്ട്. വരുമോ അങ്ങോട്ട്? ശരി, അവിടെ തന്നെ നിൽക്കാം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. മോളെ മേഘനെ, 11 തരത്തിലുള്ള പ്രത്യേക പുഷ്പങ്ങൾ കൊണ്ട് ഈ പൂജ ചെയ്യണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ പുഷ്പങ്ങളെല്ലാം കിട്ടിയോ? കൊണ്ടുവന്നിട്ടുണ്ട് തിരുമേനി. ഇങ്ങ് തന്നോളൂ. മോളെ മേഘനെ, ഇതിൽ 10 തരത്തിലുള്ള പുഷ്പങ്ങൾ മാത്രമല്ലല്ലോ. താമരപ്പൂക്കൾ കാണുന്നില്ലല്ലോ മോളെ. മേനി പറഞ്ഞു തന്ന എല്ലാത്തരം പൂക്കളും എവിടേക്ക് നിന്നാ ഞാൻ ശേഖരിച്ചത്. പക്ഷേ ഇതിലിപ്പോ താമരപ്പൂക്കൾ ഇല്ലല്ലോ. അമ്മ മഹാമായിക്ക് പ്രിയങ്കരമായ പൂക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് താമരയാണ്. അതില്ലാണ്ട് ഈ പൂജയും ചെയ്യാൻ സാധിക്കില്ല. ചെയ്താലൊട്ട് പൂജയുടെ ഫലവും കിട്ടില്ല. ഇതാ ഇപ്പൊ നന്നായേ. എത്രയോ കാലങ്ങളായിട്ട് അരുണിമേച്ചി ഒരു വിഘ്നവും കൂടാതെ ചെയ്ത പൂജയായത്. എന്നിട്ട് ഈ കൊല്ലം വെള്ളത്തിൽ വരച്ച വര പോലെ ഒന്നും ഇല്ലാണ്ടായിപ്പോയില്ലേ? അത് ശരി ആന്റി. വജ്രവാള് കയ്യിൽ കിട്ടിയതും സർവ്വ അധികാരവും തന്റേതാണെന്ന അഹങ്കാരത്തിൽ നെഗളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിലും അനുഭവജ്ഞാനമുള്ള അരുണിമാന്റി എവിടെ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടുകേൾവില്ലാത്ത മേഘന എവിടെ? ഇതിലിപ്പോ എന്തിരിക്കുന്നു? ഒന്നുകൂടി ചെന്ന് താമരപ്പൂകൾ കൊണ്ടുവന്നാ പോരെ. ഇത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഇവിടെ അടുത്ത് തടാകവും പുഴയൊന്നും ഇല്ല. 5-6 കിലോമീറ്റർ കാട്ടിക്കൂടെ നടന്നാലേ താമരക്കുളം കാണൂ. അവിടെ ചെന്നത് പറിച്ചോണ്ട് വരാൻ ഇനി ഒരുപാട് സമയമെടുക്കും.
അതുമാത്രമല്ല, വജ്രവാൾ എടുക്കാനും മേഘന ചേച്ചിയെ കൊണ്ട് മാത്രമല്ലേ സാധിക്കൂ. അതുകൊണ്ട് മേഘന ചേച്ചി തന്നെ ചെന്ന് ആ താമരപ്പൂ പറിച്ചോണ്ട് വരണം. അമൃതയോഗത്തിന് ഇനി ഒരുപാട് നേരവുമില്ല. ഇപ്പൊ പുറപ്പെട്ട പറിച്ചോണ്ട് വരുമ്പോഴേക്കും അമൃതയോഗ മുഹൂർത്തം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പ പൂജ ചെയ്താലും അത് പൂർണ്ണമാവുകയില്ല, അതിന്റെ ഫലം ഒട്ട് കിട്ടുകയില്ല. അത് കൊള്ളാലോ. ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെയും തുള്ളിയ ചട്ടിയിലെന്ന് പറയുന്ന പോലെ ആയല്ലോ. മേഘനയുടെ അഹങ്കാരം കൊണ്ട് മാത്രമാ ഈ പൂജ ഇപ്പൊ നടത്താൻ പറ്റാത്ത അവസ്ഥയിലായത്. മേഘന എന്തു മലയെ മറിച്ചോളും, ഏത് കടലും കടന്നോളും പറഞ്ഞ് ഇത്രയും വലിയ ഉത്തരവാദിത്വം അവളുടെ തലയിലേക്ക് വെച്ചു കൊടുത്ത പോർത്തില്ലേ ആന്റി? തിരുമേനി പറഞ്ഞതുപോലെ ഈ പൂജ പകുതിക്ക് വെച്ച് മുടങ്ങുകയാണെങ്കിൽ കുടുംബത്തിനല്ലേ അതിന്റെ അരിഷ്ടത? അതും ശരിയാണല്ലോ മഞ്ജരി. തുടങ്ങി വെച്ച പൂജ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്ന മഹാമായയുടെ കോപത്തിന് ഇരയാവണം. മേഘന നന്ദൻ കുടുംബത്തിന്റെ മാത്രമല്ല, ഈ വംശത്തിന്റെ തന്നെ അന്ത്യം കുറിക്കാൻ വന്നവളോ. അത് തന്നെ ആയിരിക്കും ഇവളുടെ ഉദ്ദേശവും. ചെറിയമ്മേ, അല്ലെങ്കിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവാതിരിക്കുന്ന അവസ്ഥയാ. ഇപ്പോഴും എന്നെ കുത്തി നോവിക്കാനാണോ ശ്രമിക്കുന്നത്? അവസ്ഥ മനസ്സിലാക്കി അതിന് തക്ക പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ ആരത് മനസ്സിലാക്കേണ്ടത് മേഘനെ? പറയും മേഘനെ, ആരതിന് പരിഹാരം കണ്ടെത്തണ്ടേ? ഈ പൂജയുടെ പ്രാധാന്യം നിനക്ക് അറിഞ്ഞൂടെ? പൂജ പകുതിക്ക് വെച്ച് മുടങ്ങിയാൽ എന്തൊക്കെ അനിഷ്ടങ്ങൾ ഉണ്ടാവുമെന്നുള്ളതും പൂജാരി പലവട്ടം നിന്നോട് പറഞ്ഞിരുന്നതാ. എല്ലാം ഒറ്റയ്ക്ക് മലം മറിച്ചോളാന്നൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് എത്ര വലിയ വിനാശം നീ ഇപ്പൊ വരുത്തി വച്ചേക്കുന്നേന്ന് അറിയൂ നിനക്ക്? കൺട്രോൾ യുവേഴ്സെൽഫ് അരുണിമേ. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് തർക്കിച്ചിട്ട് എന്താ കാര്യം? അച്ഛൻ ഇത് വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. എത്രയോ കാലങ്ങളായി തടസ്സങ്ങളില്ലാതെ ഭക്തിയോടെ ഞാൻ ചെയ്തു പോന്നിരുന്ന പൂജയാണെന്നറിയോ? ഇതുവരെ ചെറിയൊരു അപശ്രുതി പോലും ഞാൻ നടത്തിയിട്ടുള്ള പൂജയിൽ ഉണ്ടായിട്ടില്ലെന്ന് അറിയാലോ. അമ്മ മായയെ ഒട്ടും നിരാശപ്പെടുത്താതെ അതീവ ശ്രദ്ധയോടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ ദിവസം കൊണ്ട് നന്ദൻ കുടുംബത്തിന്റെ അഭിമാനമായ ഈ പൂജ ഇവള് നശിപ്പിച്ച് കളയല്ലേ ചെയ്തത്. ആ പൂജയുടെ മഹിമ നന്ദൻ കുടുംബത്തിന് കിട്ടാതാക്കി കളഞ്ഞില്ലേ ഇവള്? നീ ചെയ്ത ഈ മഹത്തായ കാര്യം ഏത് വിധത്തിലൊക്കെ പ്രശംസിക്കണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലിപ്പോ. മോം, കഴിഞ്ഞതെന്തായാലും ഇപ്പൊ കഴിഞ്ഞില്ലേ. ഇനി അവളെ എങ്ങനെ നിന്ന് വഴക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ടോ? അതുകൊണ്ട് എന്തു പ്രയോജനം ഉണ്ടാവാനാ? പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിക്കട്ടെ മിഥുൻ. പക്ഷെ ആചാരത്തോടും ചിട്ടയോടും കൂടെ നടക്കേണ്ട ഒരു പൂജ ഇവളുടെ അശ്രദ്ധ കാരണം ഇപ്പൊ പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയില്ലേ മിഥുൻ? ഒരു മഹത്തായ പൂജയുടെ പവിത്രതയാണ് ഇന്ന് ഇവളിവിടെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. നന്ദൻ കുടുംബത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലത്. അതിന് അവളെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവൾക്കത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ മേഘന ഇത്? നീ ഉത്തരവാദിത്വത്തോടെ ചെയ്യുമെന്ന് കരുതിയല്ലേ നിന്നെ ഈ വലിയ ചുമതല ഏൽപ്പിച്ചത്? അപ്പൊ നീ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാ? ഇത്രയും അശ്രദ്ധ പെൺകുട്ടികൾക്ക് പാടുണ്ടോ? ഇങ്ങനെയുള്ള മുടക്കങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പുള്ള പല സംഭവങ്ങളിലും നമുക്ക് അനുഭവം ഉള്ളതല്ലേ അമ്മേ? ഇനിയിപ്പോ പൂ ആര് കൊണ്ടുവന്ന് എങ്ങനെ ഈ പൂജയൊന്ന് പൂർത്തീകരിക്കും? ഞാൻ തന്നെ പൂർത്തീകരിച്ചോളാം ചെറിയമ്മേ. ഞാൻ ചെന്ന് പൂക്കൾ എടുത്തിട്ട് വന്നോളാം.
അതെങ്ങനെ നടക്കുന്ന കാര്യമാണോ? എന്റെ ജീവൻ പണയപ്പെടുത്തിയാണെങ്കിലും ഞാനത് കൊണ്ടുവന്നിരിക്കും. എത്ര മൈലുകൾ കടന്നിട്ടാണെങ്കിലും അമൃതയോഗത്തിന് മുൻപ് തന്നെ ആ പൂക്കൾ ഇവിടെ എത്തിയിരിക്കും. വെരി ഗുഡ് മേഘനെ, വെരി ഗുഡ്. എല്ലാം കഴിഞ്ഞു എന്ന് നിരാശപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ഞാനത് സാധിച്ചെടുക്കുമെന്ന വാക്ക് കേൾക്കുമ്പോൾ എന്തൊരാശ്വാസം തോന്നുന്നുണ്ടെന്നോ. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ വീണ്ടും കിഴക്കുദിക്കാറാണ് പതിവ്. വാടിക്കരിഞ്ഞ പുല്ലുകൾ പോലും മഴ വരുമ്പോൾ വീണ്ടും തളിർക്കാറില്ലേ? അതുപോലെ നിന്നെ ഏൽപ്പിച്ച കടമ നിനക്ക് പുതിയൊരു ശക്തി പകർന്നു തരും. ആത്മസമർപ്പണത്തോടെ നീ മുന്നോട്ട് നീങ്ങിയാൽ അസാധ്യമായതൊന്നും തന്നെയില്ല. പോയിട്ട് വാ മോളെ. ആ പിന്നമ്മേ, നന്ദൻ കുടുംബത്തിന്റെ ഈ പൂജയിൽ യാതൊരു അപശ്രുതിയും ഉണ്ടാകാതെ എല്ലാം ഭംഗിയായി അവസാനിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പോയിട്ട് വരാമേ. നിക്ക് മേഘനെ. മിഥുൻ, നീ മേഘനയ്ക്കൊപ്പം പോയിട്ട് വാ.